ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള മഷ്റൂം കുറുമ തയ്യാറാക്കാം. വളരെ രുചികരം മാത്രമല്ല, ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ മഷ്റൂം നമ്മുടെ ശരീരത്തിൽ പ്രതിരോധശേഷി കൂട്ടുവാൻ സഹായിക്കുന്നു. ഇത് അതുപോലെ നമുക്ക് വൈറ്റമിൻ ഡി കുറവുള്ളവർക്കൊക്കെ ഇത് ആഹാരത്തിൽ എന്നും ഉൾപ്പെടുത്തിയാൽ വൈറ്റമിൻ ഡിയുടെ കുറവ് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കും. അങ്ങനെ ധാരാളം വൈറ്റമിൻസും പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഈ കൂൺ നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. മഷ്റൂം വെച്ചിട്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ഇന്ന് നമുക്കൊരു കുറുമയാണ് തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടി കുറച്ച് പാൽക്കൂൺ, ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇതുപോലെ നമുക്ക് ഈ കൂൺ ഇത് വാങ്ങാൻ കിട്ടും. പാക്കറ്റിലാക്കി അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഞാൻ മുക്കി വെച്ചിരുന്നു. അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. കുറുമ ആയതുകൊണ്ട് അതിന് വേണ്ടി നമുക്ക് കുറച്ച് സവാള, ഒരു വലിയ സവാള, പച്ചമുളക്, തക്കാളി അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂൺ എവിടെ കണ്ടാലും ഞാൻ വാങ്ങാറുണ്ട്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇത് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും കാണില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതുപോലെ കൂൺ തയ്യാറാക്കി കഴിച്ചിട്ടില്ലാത്തവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതൊന്ന് തയ്യാറാക്കാം. വളരെ രുചികരമായിട്ടുള്ള കൂൺ കുറുമ തയ്യാറാക്കാം. ഇതുപോലെ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള, ഒരു വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂട്ടുകാരും ഇതുപോലെ കൂൺ വെച്ചിട്ട് കുറുമക്കറി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് മഷ്റൂം വെച്ചിട്ട് പല രീതിയിലും തയ്യാറാക്കാം. ഇത് ഞാൻ കുറുമക്കറി ആയതുകൊണ്ട് ഇതിലേക്ക് ഒരു പച്ചമുളക്, ഒരു 5-6 പച്ചമുളക് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. എരിക്ക് ആവശ്യമായ പച്ചമുളകും കുരുമുളക് പൊടിയുമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ വഴന്ന് വരുന്നതിനോട് ഇടയ്ക്ക് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്തിട്ട് അല്പനേരം ഒന്ന് അടച്ച് വയ്ക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കാവൂ. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് അടച്ച് വയ്ക്കാം. ഇതെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. അതുപോലെ ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി. വേറെ മുളക് പൊടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരി മാത്രമാണ് ഈ കുറുമയിലുള്ളത്. ഇത് വളരെ രുചികരമായിട്ടുള്ള ഒരു കുറുമക്കറിയാണ്. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കണം. എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് എല്ലാം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഇത് വെന്ത് വന്നതിന് ശേഷമാണ് ഇതിൻ്റെ രുചി കൂട്ടുന്നതിന് വേണ്ടി സ്പെഷ്യലായിട്ട് 2 ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് സാധാ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇതിന് അല്പനേരം വേവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേവിച്ചെടുക്കാം. നമുക്കിതുപോലെ അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ഇതിനകത്ത് ഇത് വെന്ത് വന്നതിന് ശേഷമാണ് ആദ്യമേ നമുക്കത് ചേർക്കേണ്ട. സ്പെഷ്യലായിട്ട് ഇതിൻ്റെ രുചി കൂടുന്നതിന് വേണ്ടി സ്പെഷ്യൽ 2 ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഗ്രേവിയൊക്കെ കുറുകി തിക്കായിട്ട് നമുക്കിതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് രുചി കൂടുന്നതിന് വേണ്ടി സ്പെഷ്യലായിട്ട് 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ഒന്ന് കട്ടിക്ക് തന്നെ 1/4 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഗ്രേവിയെല്ലാം കുറുകി വന്നതിന് ശേഷം ലാസ്റ്റിലാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാനുള്ളത്. തേങ്ങാപ്പാൽ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് അല്പനേരം ഒന്ന് ചൂടാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രഷ് ക്രീം ഇല്ലാത്തവർ അത് ഒഴിക്കേണ്ട, തേങ്ങാപ്പാൽ മാത്രം മതി. ഫ്രഷ് ക്രീം കൂടി ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വരും. കുറച്ചുകൂടി വളരെ ടേസ്റ്റിയാണ്.
ഇത് നമുക്ക് ചോറിനോടൊപ്പം മാത്രമല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയോ പൊറോട്ട അപ്പം ഏതിനോടൊപ്പം ആണെങ്കിലും ഇതുപോലെ മഷ്റൂം വെച്ചിട്ട് നമുക്ക് കുറുമക്കറി തയ്യാറാക്കാം. ഫ്രഷ് ക്രീം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് കൂടി ചേർത്താൽ നമുക്കിനി ഒരുപാട് നേരം ഇത് തിളപ്പിക്കുകയൊന്നും വേണ്ട. അല്പനേരം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് തീ ഓഫാക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കാം. മല്ലിയില കൂടി ഇട്ടിട്ട് അപ്പോഴേ ഒന്ന് തീ ഓഫ് ചെയ്യണം. ഇനി നമുക്കിത് ഒരുപാട് തിളപ്പിക്കേണ്ട. വളരെ രുചികരമായിട്ടുള്ള ഈ മഷ്റൂം കുറുമക്കറി ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഇതുപോലെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ധാരാളം പോഷകങ്ങളുള്ള ഈ മഷ്റൂം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്.